സിനിമയാണ്. വയലൻസ് അങ്ങനെ നമുക്ക് ഓവറാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചില പോർഷൻസ് ഉണ്ട് കുറച്ച് ഒരു ഇതാണ്, അത് നമ്മൾ മാർക്കോയിലൊക്കെ കണ്ട ആ ഒരു റേഞ്ചിലുള്ള ചില വയലൻസുകളുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉള്ള സിനിമകൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഇംഗ്ലീഷ് മൂവീസിലായാലും ഹോളിവുഡ് മൂവീസിലായാലും ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ, പൊളിറ്റിക്സിനെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക പാർട്ടിയെ മോശമായിട്ട്, ഒരു പ്രത്യേക പാർട്ടി നല്ലതായിട്ടോ അങ്ങനെ അല്ല. ഇന്ത്യ എന്നൊരു കൺട്രിയുടെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ്, ആ ഒരു രീതിയിലാണ് അതിന് പൊളിറ്റിക്സിനെ പിക്ചറൈസ് ചെയ്തത്. പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ അത് ആ പിക്ചറൈസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു ഇതായിട്ടാണ്. അല്ലാതെ വേറൊരു പാർട്ടി മോശമാണ്, വേറൊരു പാർട്ടി നല്ലതാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പല സിനിമകളിലും പലർക്കും ഇഷ്ടപ്പെടാത്ത കുറേ സീൻസ് ഉണ്ടാവില്ല. നമ്മളത് ഓരോരുത്തരുടെ ഒരു കാഴ്ചപ്പാടായിട്ടായിരിക്കും. പിന്നെ സിനിമ നമ്മൾ ഓവറോൾ എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് മാത്രം അതിനെ നോക്കിയാൽ മതിയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമയിൽ എന്താ പറയുക, പല മെസ്സേജസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളീ പറയുന്ന ചിലപ്പോൾ ഒരു ഡയലോഗായിരിക്കാം, അങ്ങനൊരു എനിക്ക് തോന്നുന്നില്ല. സിനിമ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്തുമായാലും അത് കൊണ്ടുപോയിട്ടുണ്ട്. വയലൻസ് ഉണ്ട്. സെക്കൻഡ് പാർട്ടാണ് ഈ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണ് അടിപൊളി രക്ഷ. എനിക്ക് നോർമലി ലാഗ് തോന്നാറുണ്ട്, പക്ഷേ ഇതെനിക്ക് ലാഗ് തോന്നിയില്ല. ലൈക്ക് 2 hours ഇങ്ങനെ പോയെന്ന് എനിക്ക് തോന്നിയില്ല. ലൈക്ക് ഇൻ്റർവെൽ വന്നപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇൻ്റർവെൽ ആയോ എന്ന് ഞാൻ തോന്നി. കാരണം ഞാൻ 6 മണിക്ക് ഇവിടെ വന്നത്, എന്നിട്ടും എനിക്ക് തോന്നിയില്ല ഇത്ര ലേറ്റ് ആയില്ല, എന്തായി അങ്ങനെ ഒന്നും ഫീലേ ആയില്ല. കിടുവായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ പെർഫോമൻസ് ഉണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരും കിടുവാണ്, ഓരോരുത്തരും മെച്ചമാണ്. എനിക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഫുൾ ഒരു പാതി വരുമ്പോഴത്തേക്ക് ഫുൾ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഞാൻ വരുന്നത്. അതൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ കണ്ടാലും അത് കിടുവായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതാണ് സീനായിരുന്നു. എനിക്കറിയത്തില്ല, ലൈക്ക് ഞാൻ ആസ് എ മൂവി നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ റിലീജിയസ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും നോക്കാറില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമ്മൾ മൂവിയായിട്ടത് കണ്ടു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. കുറച്ച് എന്താ പറയുക, വയലൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് അത് ശരിയാവണമെന്നില്ല, മേ ബി ഡിപ്പെൻസ്. അത് ഫാമിലി മൂവിയെന്ന് ഞാൻ പറയത്തില്ല, കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഇങ്ങനത്തെ ന്യൂജൻ യൂത്തിനൊക്കെ ഭയങ്കര ഇതായി, കാരണം കുറച്ച് ഇതായിട്ട് വയലൻസ് ആയിട്ട് അവർ കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര അവർ ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇത് ബെസ്റ്റ് റിവെഞ്ച് എന്ന് ഞാൻ പറയത്തില്ല, ഇതാണ് റിവെഞ്ച് എന്ന് എനിക്ക് തോന്നി. രൺവീർ പൊളിച്ചു. രൺവീർ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ, ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും എല്ലാവരും, അതിന് കൂടെ ഇരിക്കുന്ന സൈഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പൊളിച്ചു. അതൊന്നും പറയാനില്ല.